ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റോസ് കിച്ചൺ. ഇന്ന് എയർ ഫ്രയറിൽ ഒട്ടും തന്നെ ഓയിൽ യൂസ് ചെയ്യാതെ ഇത്രയും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് മസാല പുരട്ടി എടുക്കാവേ. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കൻ ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത്. ഒരുപാട് നമ്മൾ മസാലപ്പൊടി ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ എപ്പോഴും നമ്മൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതൊരു പേസ്റ്റ് പരുവത്തിലേക്ക് കുഴച്ചെടുക്കാം. ഞാൻ ഒട്ടും തന്നെ ഓയിൽ ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടർ ചേർക്കാം, പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല. കംപ്ലീറ്റ്ലി ഓയിൽ ഫ്രീ ആണിത്. അപ്പം നന്നായിട്ട് ഞാനൊരു പേസ്റ്റ് പരുവത്തിൽ ഈ മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ മസാലകൾ നല്ലപോലെ ചിക്കനിലേക്ക് പിടിച്ചോളും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇതുപോലെ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് പിടിച്ച് വെക്കാൻ വേണ്ടി ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഒരു 30 മിനിറ്റ്സ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ട്രേ എടുക്കാം. ആദ്യം ഈ ട്രേ എടുത്തിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നൊരു ഫോയിൽ പേപ്പറാണേ. ഈ ഫോയിൽ പേപ്പർ ഇതുപോലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോരോ പീസായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഒട്ടും തന്നെ ഞാൻ എണ്ണ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടർ ചേർക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ ഒട്ടും തന്നെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാനെടുത്ത 1/2 കിലോ ചിക്കനും ഇത് അറ്റ് എ ടൈം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, എല്ലാം ഇതിനകത്ത് കറക്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ എയർ ഫ്രയറിൻ്റെ ട്രേ ഒന്നിങ്ങനെ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈമർ വെക്കാവേ. ഞാൻ 180 ഡിഗ്രിയിൽ നമുക്ക് 30 മിനിറ്റ്സ് വേണം ചിക്കൻ ഫ്രൈ ആവാൻ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കണ്ടോ 180 ഡിഗ്രിയിൽ ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 30 മിനിറ്റ്സ് ടൈമർ വെക്കാം. 30 മിനിറ്റ്സ് ഞാൻ ഓൾറെഡി ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ഫ്രയർ ഓൺ ആക്കിയിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാവേ. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിന്ന് 15 മിനിറ്റ്സ് കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാവേ. ഈ ട്രേ നമുക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ പീസും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. ഇപ്പോൾ ഞാൻ എല്ലാ പീസസും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാക്കിയുള്ള 15 മിനിറ്റ്സും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി തിരിച്ചതുപോലെ നമുക്ക് ട്രേ വെച്ച് കൊടുക്കാവേ.
ഇനി നമുക്ക് അടുത്ത 15 മിനിറ്റ്സും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ടോട്ടലി 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട്. ടൈമർ 30 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയി. നമുക്കിനി ഓപ്പൺ ചെയ്യാവേ. ഇത് കണ്ടോ, നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി കറക്റ്റ് വന്നിട്ടുണ്ട്. കുക്കായെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നോക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമുക്കറിയാം എന്തുണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. നമുക്ക് ഓരോന്നായിട്ട് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാവേ. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ നമ്മൾ ഓയിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് ചിക്കന്. അപ്പോൾ ഒട്ടും തന്നെ എണ്ണയില്ലാതെ കഴിക്കുമ്പോൾ വളരെ നല്ലതാണ്. കൊളസ്ട്രോള്, BP ഒക്കെ ഉള്ളവർക്ക് ഇതുപോലെ കഴിച്ചാൽ നമുക്ക് വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇപ്പോൾ എല്ലാ പീസും ഞാൻ ഇതുപോലെ ഈ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലേ, നമ്മൾ 30 മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓയിൽ ഫ്രീ ആയിട്ടുള്ള അടിപൊളി ചിക്കൻ നമ്മൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. താങ്ക്